അപ്പോ ഞങ്ങൾ രാവിലെ വന്നിട്ട് രാവിലത്തെ ചായയിലേക്ക് കിടക്കുകയാണ്. എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ഞായറാഴ്ച അപ്പോ ചിക്കനുമാണ്. അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ ശനിയാഴ്ച തന്നെ അപ്പൊ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് അപ്പം ഉണ്ടാക്കി. അങ്ങനെയുള്ള മക്കള് കേഡ്സൺ ക്ലാസ്സിൽ പോയി. അപ്പൊ പോയിട്ട് വന്നിട്ടാണ്. അപ്പൊ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഹലോ, അപ്പൊ നേരത്തെ വീഡിയോയിൽ നമ്മ ബുക്ക് കവർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു എടുത്തേച്ചത്. പിന്നെ അതിന്റെ ബാക്കിയായിട്ട് നമ്മൊന്നും എടുത്തില്ല. അപ്പൊ നെയിം സ്ലിപ്പ് ഒട്ടിച്ചു, പിന്നെ അതുപോലെ തന്നെ സ്റ്റാപ്ലറും കൊണ്ടൊക്കെ എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാഗിലാക്കിയിട്ട് ഇനി നാളെയുമ്പോഴേക്ക് ഇവർക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. അപ്പോ നാളെ പിന്നെ അവർക്ക് നാളെയുമ്പോഴേക്കും അവർക്ക് ജൂൺ 1-ാം തീയതിയാണ് ക്ലാസ് തുറക്കുന്ന ദിവസമാണ്. പിന്നെ ഒരു ഉച്ചവരൊക്കെ ഉണ്ടാവുള്ളൂ ആദ്യത്തെ ദിവസം ഇത് കാരണം. പിന്നെന്താ നിങ്ങളുടെ കുട്ടികളൊക്കെ എല്ലാം റെഡിയായോ? സ്കൂളിലൊക്കെ പോകാനൊക്കെ ആയിട്ടൊക്കെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞാ? അപ്പോ പിന്നെ ഞങ്ങളുടെ വീട്ടപ്പം ഇത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ എല്ലാം കവർ ചെയ്യണത് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയിം സ്ലിപ്പും ഒട്ടിക്കാൻ, പിന്നെ എന്താ പറയാ സ്റ്റാപ്ലർ അടിക്കാൻ വേണ്ടി മാത്രം മറന്നുപോയി. സ്റ്റാപ്ലർ അടിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പിന്നെ ഞങ്ങൾ ഞായറാഴ്ച പള്ളത്തേം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തേക്കണത്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല, ചായയും കുടിക്കണം. അതിനെ കൊടുത്ത് ഞാൻ അതും കൂടി കാണിക്കാം. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പിള്ളേരുടെ സ്കൂൾ തുറക്കുന്നതിനെ ബന്ധപ്പെട്ട് ബുക്ക് കുറയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അത് ആ വീഡിയോയില് ഫസ്റ്റ് തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ളതായിട്ടാണ് ഇപ്പൊ കാണിച്ചിട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് നാളെ തുറക്കുകയാണ്. നാളെ ജൂൺ 1-ാം തീയതി പിള്ളേരുടെയൊക്കെ പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇപ്പൊ യൂണിഫോം ഒക്കെ ഒന്ന് തേച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കാന്ന് വിചാരിച്ച്. ഇത് മോളുടെ യൂണിഫോമാണ്. കണ്ട, മോളിൽ ഇങ്ങനത്തെ ഡ്രസ്സാണ്. ഇത് ഉൾസൈഡാണ് കേട്ടോ, സോറി, തിരിച്ചടിച്ചത്. അപ്പോൾ ഫുൾ സൈഡായിരുന്നു ആദ്യം ഞാൻ കാണിച്ചത്, സോറി. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇതേപോലെ ഞാൻ തിരക്കായിരിക്കും. പിള്ളേരുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി അവർ ക്ലാസ്സിൽ പോകാനുള്ള പരിപാടിയൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും. കണ്ടാ, ഇതാണ് മോളുടെ യൂണിഫോം. കണ്ട, മോന് ഒരു പാൻറ് ഷർട്ടുമാണ്, മോക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ്. പുതിയ ഡ്രസ്സാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതെന്ന് പറയുമോ, ചുളുക്കി കൂട്ടി ആകെ നാശമാക്കി വെച്ചിരിക്കുകയാണ് കാണുന്നത്. കണ്ട, അന്നെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ചുരുട്ടി കൂട്ടി എല്ലാം അലമ്പൊക്കെ വെച്ചിരിക്കണേണ്. കണ്ടോ, മാംഗോ ഷേക്ക് ആണെന്ന് കണ്ടാ പറയോ? ഓക്കെ, ലൈറ്റ് കളർ. മേളിൽ കാണുന്നത് എന്തറിയാമോ? ബൂസ്റ്റ് ഇട്ടേനെ അടിപൊളിയായിട്ട് നല്ല കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത മാംഗോ ഷേക്ക്. പിന്നെ നോക്കൂ, ഇതെന്താ പറയാമോ? ബോണ്ടയല്ല, ഇത് എഗ് വെച്ച്, അതായത് മുട്ട വെച്ച്. പിന്നെ പഴംപൊരി, ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം പഴംപൊരി ഇല്ലാതെ എന്താ ആഘോഷം? അപ്പോ ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് ആണ് ഈ കാണുന്നത്. എന്റെ മോൻ അവിടെ നിന്നിട്ട് ജ്യൂസ് കുടിച്ചിട്ടിരിക്കുകയാണ്. ടീന വീഡിയോ എടുക്കുന്നു, മോളുണ്ട്. ഞങ്ങളപ്പോ കഴിക്കാൻ വരിക. മുട്ട ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതായിട്ട് വാങ്ങിച്ചല്ല, ചേച്ചി വന്നിട്ടുണ്ടാകും. അപ്പൊ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാ. ചേച്ചി ഇപ്പൊ കഴിച്ചില്ല, ചേച്ചി വേഗം പോയി, അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു പോയി. അപ്പോ ഞങ്ങളങ്ങനെ കഴിക്കുക. പിന്നെ മമ്മിക്ക് വെച്ചിട്ടുണ്ട്, മമ്മി വന്നിട്ടില്ല, മമ്മിക്കും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈവനിങ് സ്നാക്സിന്റെ കാഴ്ചകൾ. അപ്പൊ നൈസായിട്ട് ഞങ്ങള് സാധാരണ ഇതിലൂടെ ചമ്മന്തി ഇടണം. ചമ്മന്തി കിട്ടിയില്ല അല്ലേ? ചമ്മന്തി കൂടെ ആണെങ്കിൽ പൊളിയായ. കണ്ട സംഭവം മനസ്സിലായ? ഇങ്ങനത്തെ സാധനം മുട്ടകൾ. അപ്പൊ ഞാൻ കുടിക്കില്ലേ?